ചേച്ചി ഇപ്പൊ പറഞ്ഞൊരു കാര്യം ചോദിച്ചോട്ടെ? പ്ലീസ്. മലയാളികളെ മൊത്തത്തിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേർ മോശമായി പെരുമാറിയെന്ന് വെച്ചാൽ എല്ലാവരും മോശം. മലയാളികളെ മൊത്തത്തിലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മലയാളികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മുമ്പേ ഒരു കാലത്തില് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഒരു കാലത്തിൽ ഞാൻ നാട് വിട്ടു പോയി. ഒരു കാലത്ത് 21st എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അല്ലേ അമ്മ? ഓക്കെ, ഞാൻ ജോലി ചെയ്യാനാ പോയെ. ആ സമയത്ത് 21 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളി മോൾഡഡ് അല്ല. നിങ്ങൾക്കറിയാലോ, നമ്മൾക്ക് റിബല്യസ് ആണ് കുറച്ചുകൂടെ. നമുക്ക് കുറച്ചുകൂടെ അമ്മ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂല. അങ്ങനെയാണ്. വീട്ടിൽ 5 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ പറ്റൂല, 7 മണിക്ക് വരും. അങ്ങനത്തെ ഒരു വലിയ റിബല്യസ് ക്യാരക്ടറായിരുന്നു ഞാൻ. ഓക്കെ, ആണുങ്ങളുടെ കൂടെ ബൈക്കിൽ പോരെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഓക്കെ, അതിനൊക്കെ എന്നെ കള്ളം പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും മനസ്സിലായില്ല എന്തിനാ എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എനിക്ക് ബൈക്കിൽ പോയാൽ എന്താ പ്രശ്നം. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അമ്മ പറയുന്നത് എന്താണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു മെച്ചോറിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളികളെ മൊത്തത്തിൽ എനിക്ക് വയ്യ ഈ മലയാളികൾ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് പോയ ആളാണ് ഞാൻ. അതേ ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ട് എൻ്റെ 25ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിലും UK-യിലും ഒക്കെ പോയി സ്ഥലം കണ്ടു പഠിച്ചും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ശരിക്കും ഞാൻ കുറേ മിസ് ചെയ്തു കേരളത്തെ, കുറേ മിസ് ചെയ്തു മലയാളികളെ. അപ്പോഴാണ് എൻ്റെ ഒരു പ്രായം കൂടിയതോറും എൻ്റെ ഒരു അറിവ് വർദ്ധിച്ചതോറും ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരെയും നമുക്ക് വി കനോട്ട് സേ എവറിബഡി ഈസ് ബാഡ്. അതിൽ നമ്മൾ പോയിട്ട് നമ്മൾക്കായ ഒരു സ്ഥാനം കണ്ടെത്തണം. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ കണ്ടെത്തണം. ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവരെ ഐ വിൽ സേ ഐ സ്റ്റിൽ ഡോണ്ട് ലൈക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ. അതിപ്പോൾ മലയാളീസ് ഉണ്ടാവും, വേറെ ഭാഷയുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എ ലോട്ട് ഓഫ് പീപ്പിൾ ഐ സ്റ്റിൽ ലവ്. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫാമിലി എല്ലാവരും മലയാളികളാണ്. നേരത്തെ ചേട്ടൻ ചോദിച്ചിരുന്നില്ലേ ഈ മലയാളികളെ ഇപ്പോഴും ഇഷ്ടമാണെന്നില്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും ക്ലോസസ്റ്റും എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരും മലയാളികൾ തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഇന്ന് എല്ലാ മലയാളികളും മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെൻ്റെ